Hello students, welcome back. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡറും നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് ഓർഡറും തേർഡ് ഓർഡർ ഹയർ ഓർഡർ റിയാക്ഷൻസും ജസ്റ്റ് മെൻഷൻ ചെയ്യാനുണ്ട് ബിഫോർ ദാറ്റ്. ഓക്കെ, അത് നമ്മൾ ലാസ്റ്റ് മെൻഷൻ ചെയ്യുള്ളൂ. ബിഫോർ ദാറ്റ് റിലേറ്റഡ് ടോപ്പിക് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. ഓക്കെ, വാട്ട് യു മീൻ ബൈ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ? ഇപ്പോൾ ഒരു റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമ്മൾ എന്താ വിളിക്കുക? R0. R0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇനീഷ്യൽ മാസ്. ഓക്കെ, അതായത് ഇനീഷ്യൽ മാസ് നമുക്ക് 100 ഗ്രാം ഉണ്ട് വിചാരിക്കാം. ആസ് എൻ എക്സാമ്പിൾ 100 ഗ്രാം. ഈ 100 ഗ്രാം ഉള്ള ആൾ 50 ഗ്രാം ആവാൻ എടുക്കുന്ന സമയം, ദാറ്റ് ഈസ് കോൾഡ് ഹാഫ് ലൈഫ്. ഓക്കെ, അത് ശരിക്ക് ഗ്രാമിലല്ല പറയുന്നത്. ഇറ്റ് ഈസ് മെൻഷൻ, ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഇൻ concentration. 10 molar solution ഉണ്ട്, 10 molar concentration. ആ 10 molar concentration ഉള്ളത് 5 molar ആവാൻ എടുക്കുന്ന സമയം, that is called half life of a reaction, T half, T1/2. T1/2 is the symbol of half life of a reaction. It is a time required. Half life of a reaction is defined as the time required to reduce the initial concentration of the reactant by 1/2. It is the time required. It is the time required to reduce the initial concentration, R0, initial concentration of the reactant, initial concentration of the reactant by 1/2. ഒരു ഹാഫ് ആവാൻ എടുക്കുന്ന സമയമാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. 10 മോളാർ ഉള്ള ഒരാൾ, 10 മോളാർ ഉള്ള ഒരാൾ അതിൻ്റെ പകുതി ആവാൻ എടുക്കുന്ന സമയമാണ് ടി ഹാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നിന്നും വീണ്ടും പകുതി ആവാൻ എടുക്കുന്ന ഒരു സമയമാണ് സെക്കൻഡ് ടി ഹാഫ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ടി ഹാഫ് അത് എന്താവും? 50 എന്നാണ് ഞാൻ എഴുതിയത്. ഇറ്റ് ഷുഡ് ബി 5. ഞാനതൊരു it should be 5. ഓക്കെ, അപ്പോൾ 10 ആണ്. അപ്പോൾ അവിടെ 5 മോളാർ ആവാൻ എടുക്കുന്നത്. ഇനി അത് 2.5 മോളാർ ആവാൻ എടുക്കുന്നത് സെക്കൻഡ് ഹാഫ് ലൈഫാണ്. ഓക്കെ, അത് ഇനി 1.25 മോളാർ ആവാൻ എടുക്കുന്നത് തേർഡ് ഹാഫ് ലൈഫാണ്. അപ്പോൾ ഓരോ ഹാഫ് ലൈഫ് കൊടുക്കുമ്പോഴും അത് അതിൻ്റെ പകുതിയായിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം റിക്വയർഡ്. It is the time required to reduce the initial concentration of the reactant by 1/2. അപ്പോൾ ഈ ടി ഹാഫ് എടുക്കുമ്പോൾ ഇതാണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. സെക്കൻഡ് ടി ഹാഫ് ആണ് എടുക്കുന്നതെങ്കിൽ ഇതാണ് അതിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. തേർഡ് ടി ഹാഫ് ആണ് എടുക്കുന്നതെങ്കിൽ ഇതാണ് അതിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇനി അതിൻ്റെ പകുതി ആവാൻ എടുക്കുന്നതാണ് ഫോർത്ത് ടി ഹാഫ്. അപ്പോൾ ഇത് റിയാക്ട് ചെയ്ത് ഇൻഫിനിറ്റിയിൽ ചിലപ്പോൾ 0 ആവാം. അപ്പോൾ അത് എത്ര ടി ഹാഫ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. So generally half life is defined as the time required to reduce the initial concentration of the reactant by 1/2. Okay, നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ നോക്കുക? നമ്മൾ ടൈം, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണേ. നമുക്ക് ആദ്യത്തെ ടി ഹാഫിന് എടുത്ത സമയമല്ല ചിലപ്പോൾ രണ്ടാമത്തെ ടി ഹാഫിന് ഉണ്ടാവുക. ആദ്യത്തെ ടി ഹാഫ് എന്ന് വെച്ചാൽ എന്താ? 10 മോളാറിൽ നിന്നും 5 മോളാർ ആവാൻ എടുത്ത സമയമാണ്. 10ൽ നിന്നും 5ലേക്ക് ചുരുങ്ങണം. പിന്നെ 5ൽ നിന്നും 2.5ലേക്കുള്ളത് സെയിം ആയിരിക്കില്ല. ഇവിടെ 10 മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് ഈസ് ദ ടി ഹാഫ് എങ്കിൽ ഇവിടെ ചിലപ്പോൾ അതിനേക്കാളും കുറവോ ചിലപ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കും. കൂടുതലാവുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ തുടക്കത്തിൽ കോൺസെൻട്രേഷൻ മാക്സിമം ആണ്. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് പ്രപ്പോർഷണൽ ടു a⁻x into b⁻y എന്നാണല്ലോ റേറ്റ് ഇക്വേഷൻ. എന്ന് വെച്ചാൽ റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ എന്നാണല്ലോ തിയറി. അപ്പോൾ കോൺസെൻട്രേഷൻ കൂടുന്ന സമയത്താണ് റിയാക്ഷൻ സ്പീഡിൽ നടക്കുക. പിന്നെ കോൺസെൻട്രേഷൻ കുറഞ്ഞു, അപ്പോൾ ഇവിടെ സ്പീഡ് കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ കുറഞ്ഞ സമയം മതി 5ൽ നിന്നും 2.5ലേക്ക്. കാരണം എന്താ? 10ൽ നിന്നും 5ലേക്കുള്ള മാറ്റമല്ല 5ൽ നിന്നും 2.5ലേക്ക്. അപ്പോൾ ഈക്വൽ അല്ല. ഫസ്റ്റ് ടി ഹാഫ് സെക്കൻഡ് ടി ഹാഫ് ഒന്നും ഈക്വൽ അല്ല. മനസ്സിലായില്ല? അപ്പോൾ കോൺസെപ്റ്റ് ഓഫ് ഹാഫ് ലൈഫ് is a time required to reduce the initial concentration of the reactant by 1/2. എന്ന് വെച്ചാൽ when നമ്മൾ മെഷർ ചെയ്യുന്ന ടൈം ഇനീഷ്യൽ കോൺസെൻട്രേഷന് പകുതിയാവാൻ എടുക്കുന്ന സമയമാണെങ്കിൽ അതിനെ when t is equal to t half നമ്മൾ എടുക്കുന്ന സമയം എന്താണ്? ഹാഫ് ലൈഫ് ആണെങ്കിൽ
അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ്റ് എന്ന് പറയുന്നത് എന്തായിട്ടുണ്ടാവും? R0/2. റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ R0ന്റെ പകുതിയാവാൻ എടുക്കുന്ന സമയമാണ് T12. റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ R0/2 ആവാൻ എടുക്കുന്ന സമയമാണ് T12. T12 എന്ന് പറയുന്ന സിമ്പിൾ ആണ് കേട്ടോ, T/2 അല്ലത് T12 ആണ്. When T is equal to T12, R is equal to R0/2. Okay, and let's calculate half-life of a zero order reaction. First, let's calculate half-life of zero order reaction. Zero order reaction. Zero order reaction integrator rate equation എന്താ? The integrator rate equation is equal to R is equal to minus KT plus R0. Minus KT plus R0. ഇതിൽ നിന്ന് നിങ്ങൾ K reduce ചെയ്തിട്ടുണ്ട്. K is equal to എന്താ വരിക? R0 minus R by T. This is the equation for rate constant. K is equal to R0 minus R by T. പിന്നെ ഇവിടെ എന്താ കണ്ടീഷൻ? When T is equal to, ഈ T എന്തിന് T12 ആണെങ്കിൽ, ഇത് ഈ എടുക്കുന്ന സമയം ഹാഫ് ലൈഫ് ആണെങ്കിൽ R എന്ന് പറയുന്നത് എന്തായിട്ടുണ്ടാവും? ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതിയായിട്ടുണ്ടാവും. When T is equal to T12, R is equal to R0/2. Okay, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുത്താൽ ഇക്വേഷൻ നമ്പർ 1 gives K is equal to R0 minus R എന്തായി? R0/2 divided by T. Okay, അപ്പോൾ 1 minus 1/2 ആണ്. 1 R0 minus 1/2 R0 എത്ര വരും? 1/2 R0. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? gives എന്ത് വരും? that is gives എന്ത് വരും? K is equal to R0/2K by 2T. ഇവിടെ T12 ആയിട്ടോ. When R is equal to R0/2, T is equal to T12, 2T12. Okay, therefore T12 is equal to R0/2K. T12 is equal to R0/2K. R0/2K. Very important equation. T12 is equal to R. K is equal to R0/2 T12. ഇതാണ് ഹാഫ് ലൈഫ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഹാഫ് ലൈഫ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ ഇതാണ് ഇക്വേഷൻ. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഞാൻ വീണ്ടും എടുത്ത ഇതാണ്. എന്താ? T12 is equal to എന്താ? R0/2K. ഇവിടുന്ന് മനസ്സിലാവുന്ന രണ്ട് പോയിന്റ്സ്. ഹാഫ് ലൈഫ് T12 is directly proportional to initial concentration of the reactant. Okay, and T12 is inversely proportional to rate constant. ഒരു കോൺസ്റ്റന്റ് R0 ആണെങ്കിൽ K റേറ്റ് കോൺസ്റ്റന്റ് കൂടുന്നതിനനുസരിച്ച് T12 കുറയും. എന്ന് വെച്ചാൽ സ്പീഡിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഹാഫ് ആവാനുള്ള സമയം കുറവായിരിക്കും. സ്പീഡിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ റേറ്റ് ഇക്വേഷൻ എന്താ? റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റൈസ് ടു X ഇൻറ്റു B റൈസ് ടു Y ആണ്. അപ്പോൾ കെയും റേറ്റും എന്താണ്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ K കൂടുതലാണെങ്കിൽ റേറ്റ് കൂടുതലാണ്. റേറ്റ് കൂടുതൽ എന്ന് വെച്ചാൽ എന്താ? സ്പീഡിൽ റിയാക്ട് ചെയ്യുന്നു. സ്പീഡിൽ റിയാക്ട് ചെയ്താൽ എന്താണ്? ആ ഉള്ള ഇനീഷ്യൽ കോൺസെൻട്രേഷന് പകുതി ആവാൻ എടുക്കുന്ന സമയം എന്താ? പെട്ടെന്ന് അച്ചീവ് ചെയ്യില്ല, പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ K കൂടിയാൽ T12 കുറയും. എന്ന് വെച്ചാൽ പകുതി ആവാൻ എടുക്കുന്ന സമയം കുറയും. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ കൂടിയാൽ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 10 മോളാർ 5 മോളാർ ആവാൻ എടുക്കുന്ന സമയം 50 മോളാർ 25 മോളാർ ആവാൻ എടുക്കുന്ന സമയം ഒന്നല്ല. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ കൂടിയാൽ കൂടുതൽ എടുത്താൽ കൂടുതൽ സമയം എടുക്കും അതിൻ്റെ പകുതിയാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അതിൽ നിന്നും മനസ്സിലാവുന്നത്. ക്ലിയർ? പിന്നെ അവിടെ എന്താ ഇക്വേഷൻ? T12 is equal to R0/2K. I'm going to plot a graph. This is of the form, this equation is of the form y is equal to mx plus c. Y is equal to mx plus c. What is that? That is the equation of a straight line. Equation of a straight line. Y is equal to mx plus c. What are y-axis? Y-axis is T12. What is x-axis? X-axis is R0. What is the slope? Slope is equal to 1/2K. 1/2K. Positive one. And y-intercept. Y-intercept. Y il മുട്ടുന്ന സ്ഥലം
This is y is equal to mx plus c. അപ്പോൾ c-ന്റെ സ്ഥാനത്ത് 0. ഓക്കെ, y ഇന്റർസെപ്റ്റ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി? ഗ്രാഫ് അങ്ങ് വരച്ചാൽ മതി. ഗ്രാഫ് വരക്കാൻ let us place some space for this. ഓക്കെ, നമ്മൾ ഗ്രാഫ് വരക്കാണ്. y ആക്സിസിൽ എന്താ? y ആക്സിസിൽ t half. y ആക്സിസിൽ t half. ഓക്കെ, t half. Sorry, y ആക്സിസിൽ t half. x ആക്സിസിൽ എന്താ? r0. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. t half is equal to r0 by 2k. y ആക്സിസിൽ t half, x ആക്സിസിൽ r0. അപ്പോൾ നമുക്ക് കിട്ടുക ഒരു ഗ്രാഫ്. അത് y ഇന്റർസെപ്റ്റ് എന്താ? y ഇന്റർസെപ്റ്റ് is equal to 0 ആണ്. അപ്പോൾ 0 ൽ നിന്നും തുടങ്ങുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ആ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് എടുത്താൽ that slope will be is equal to എന്താ? 1 by 2k. This is the graph for half-life versus initial concentration. Initial concentration എന്താ? അത് directly proportional ആണ്. Directly originating from 0. y is equal to mx plus c ൽ c-ന്റെ സ്ഥാനത്ത് ഒന്നുമില്ല എന്ന് വെച്ചാൽ c എന്താണ്? 0 ആണ്. ഓക്കെ, നമ്മൾ യൂഷ്വലി വരക്കുന്ന ഗ്രാഫുകളാണ്. നെക്സ്റ്റ് we are going to calculate the half-life of second one. Half-life of first order reaction. First order reaction എന്തായിരുന്നു റേറ്റ് ഇക്വേഷൻ? ln r is equal to minus kt plus ln r0. ln r is equal to minus kt plus ln r0. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ഇക്വേഷൻ? k is equal to ln r0 by r. Okay, 1 by t ഉണ്ട്. k is equal to 1 by t ln r0 by r. That is k is equal to 2.303 by t log r0 divided by r ആണ് ഇതിൻ്റെ k എന്ന് പറയുന്നത്. Okay, and we are going to apply the condition. This is equation number 1. When t is equal to t half, r is equal to r0 divided by 2. That substituted in equation number 1 gives k is equal to 2.303 by t half log r0 divided by r ന് പകരം r0 divided by 2. r0 got cancelled. 2 will come here. Then you will get k is equal to 2.303 by t half log 2. വീണ്ടും പറയുകയാണ് ലോഗരിതമിക് കാൽക്കുലേഷൻസ് ആൻഡ് ലോഗരിതമിക് വാല്യൂസ് അറിയാത്തവർ ലോഗരിതം ആൻറ്റി ലോഗരിതം ഞാൻ ചെയ്ത വീഡിയോ വാച്ച് ചെയ്യണം. ഈ ചാപ്റ്ററിൻ്റെ കൂടെയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഓൾറെഡി അപ്ലോഡറാണ്. ഓക്കെ, log 2 is 0.3010. k is equal to 2.303 by t half. Point into 0.3010. 0.3. That's equal to 0.693 by t half. K is equal to 0.693. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 0.693 by t half. Therefore, t half is equal to 0.693 by k. 0.693 by k. Okay. Now, this is the very famous equation. This is very important in nuclear chemistry because all nuclear reactions are first order. But nuclear reactions in the half-life. Half-life is very important and significant in case of nuclear reactions. T half is equal to 0.693 by k. 0.693 by k. Okay, ആണല്ലോ? Clear ആണല്ലോ? Okay. അപ്പോൾ ഇവിടെ ഒരു കാര്യം, നമ്മൾ ടി ഹാഫിൻ്റെ വാല്യൂ 0.693 by k എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്.
ഫോർ എ പെർട്ടിക്കുലർ റിയാക്ഷൻ. കാരണം എന്താ, ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ ഒരു റേറ്റ് കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും. ദാറ്റ് റേറ്റ് കോൺസ്റ്റന്റ് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ T.693 ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എപ്പോഴും ഓരോ റിയാക്ഷന് ഏത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എടുത്താലും ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ, ദാറ്റ് ഈസ് എ പോയിന്റ്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എത്ര തന്നെ എടുത്താലും ഒരേ ഹാഫ് ലൈഫ് ആയിരിക്കും. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മറ്റത് ഇനീഷ്യൽ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരുന്നു, ഇത് ഇനീഷ്യൽ കോൺസെൻട്രേഷന് ഇൻഡിപെൻഡന്റ് ആണ്. വെൻ വി ഡ്രോ എ ഗ്രാഫ്, ഓക്കെ, എന്താ ഇക്വേഷൻ കിട്ടിയത്? T12 is equal to 0.693 by K. 0.693 by K. നമുക്കിവിടെ R0 ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു ഗ്രാഫ് വരക്കുകയാണ്. ഇത് y is equal to mx plus c ഫോമിലല്ല. ഇത് T12 along y ആക്സിസും കൊടുത്തു, നേരത്തെ വരച്ചതുപോലെ തന്നെ R0 along x ആക്സിസും കൊടുത്തു. ഓക്കെ, അപ്പോൾ R0ക്ക് ഇത് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് R0 എത്ര മാറ്റിയാലും ഹാഫ് ലൈഫിന് മാറ്റം ഉണ്ടാവില്ല. That will be horizontal, parallel to the x axis. Okay, this is x axis, this is y axis. Okay, it is independent കാരണം R0 അവിടെ അല്ല. So it will give a straight line that is independent of the concentration. R0 എത്ര മാറ്റിയാലും T12 മാറത്തില്ല. ഒരു പെർട്ടിക്കുലർ T12 എപ്പോഴും ഉണ്ടാവും. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് ദ ഗ്രാഫ്. ഓക്കെ, ഈ ഹാഫ് ലൈഫിൻ്റെ ഗ്രാഫ് രണ്ടും 0 ഓർഡറിൻ്റെതും അതേപോലെ ഫസ്റ്റ് ഓർഡറിൻ്റെതും NCERT-യിൽ എന്ത് ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. ക്ലിയർ ആണല്ലോ? ദാറ്റ്സ് ഓൾ അബൌട്ട് ഹാഫ് ലൈഫ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. അതായത് എൻട്രൻസ് പോയിന്റുകൾ, ചില ടിപ്സ് അല്ലെങ്കിൽ ട്രിക്സ് എന്നൊക്കെ പറയും. ഓക്കെ, ചില ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. അതായത് ഈസി കാൽക്കുലേഷൻ, ഒരുപാട് കാൽക്കുലേഷൻസ് വരുന്നതാണ്. നമ്മൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും, എന്നാലും അതിന് മുമ്പായിട്ട് ഇടയിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, ഇടയിൽ നമ്മൾ ചെയ്യും കോൺസെപ്റ്റ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്പുകൾ അല്ലെങ്കിൽ കുറച്ച് പോയിന്റുകൾ. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ്. amount of substance left after half life എന്ന് വെച്ചാൽ അതാണല്ലോ T12. ഓക്കെ, that is R is equal to amount of substance left after half life. R is equal to എന്തായിരിക്കും? R0 divided by 2. അതായത് when T is equal to T12 എത്ര ബാക്കി ഉണ്ടാവുക? R0/2 ആണ് ബാക്കി ഉണ്ടാവുക. ഞാൻ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതായത് T12ന്റെ ഡെഫിനേഷൻ അത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലെഫ്റ്റ് ആഫ്റ്റർ 1 ഹാഫ് ലൈഫ് എന്ന് എഴുതാം. ഫസ്റ്റ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ലൈഫ് ആണ് 1 ഹാഫ് ലൈഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ therefore അവിടെയാണ് പോയിന്റ്. ഓക്കെ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് R എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള റിയാക്റ്റൻ്റ് ആണ്. അത് R0ന്റെ പകുതി ഉണ്ടാവും, പകുതി റിയാക്ട് ചെയ്ത് പോയി. amount of substance left after n number of half lives. ഞാൻ നേരത്തെ കുറേ ഹാഫ് ലൈഫുകൾ കാണിച്ചിട്ടില്ലേ? അതിൻ്റെ പകുതിയാവുക n number of half life. എത്ര ഹാഫ്, ഇപ്പോൾ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലെഫ്റ്റ് ആഫ്റ്റർ 5 ഹാഫ് ലൈഫ്സ് എന്നൊക്കെ ചോദിച്ചാൽ ഒറ്റയടി ക്യാൻസൽ ചെയ്യാൻ പറ്റണം. അതിങ്ങനെ പകുതിയാക്കി ഇങ്ങനെ എണ്ണി നോക്കല്ല എത്ര T12. അതിനൊക്കെ സമയം, ടൈം കൺസ്യൂമിങ് ആയിരിക്കും. Okay, amount of substance left after 1 half life is R is equal to R0 by, ഞാൻ അതിനെങ്ങനെ ഇതാണ്, R is equal to R0 by 2/1 അല്ലേ? 2/1 ആണ്. amount of substance left after n half life, R is equal to ബാക്കിയുള്ള Rന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് R0 divided by 2/n. മറ്റേത് 2/1 ആണ്, 2/n. amount of substance left after n half life, R is equal to R0/2n. n is number of half lives. Okay, എത്ര ഹാഫ് ലൈഫ് ആണോ വേണ്ടത് അതവിടെ നിങ്ങൾ n ആയിട്ട് എടുക്കും, നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ് ആൻഡ് വൺ എക്സാമ്പിൾ ഫോർ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ നോക്കാം. നിങ്ങളോട് ചോദിക്കുകയാണ്, amount of substance left after 3 half lives എത്രയാണ്? ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് R0 തന്നിട്ടുണ്ടോ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാണെങ്കിൽ
അപ്പോൾ എന്താ വരിക? R is equal to R0 divided by 2 raised to 3. 2 raised to 3 എന്ന് വെച്ചാൽ എന്താ? 2 into 2 8. That is R0 divided by 8. അപ്പോൾ R0 തന്നിട്ടുണ്ടാവും. ഡയറക്റ്റ് കാൽക്കുലേഷൻ ആണ്. മനസ്സിലായില്ലേ? That is the that is the amount of substance left after n half-lives. That is R0 divided by 2 raised to n. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ R is equal to എന്താ? R0 divided by 2 raised to n also is equal to 1 by 2 all raised to n into R0. Same അല്ലേ? 1 by 2 എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടാൽ that is same. 1 by 2 all raised to n into R0. That is the equation to calculate the number of half-lives. ഇനി നിങ്ങളോട് പറയാമോ, what is the time required for 75% reaction completion? ഇത് 50% കംപ്ലീറ്റ് ആവുന്നതാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഹാഫ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? 50% കംപ്ലീറ്റ് ആവുക. നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ഫോർ 75% എന്ന് ചോദിച്ചാൽ നമ്മളവിടെ T75 എന്നോ അല്ലെങ്കിൽ T3/4 എന്ന് എഴുതിയാലും മതി. അതാണ് 75. T75 3/4 എന്ന് പറഞ്ഞാൽ 75 അല്ലേ? അപ്പോൾ 3/4%. 0.75 ആണ് 3/4 എന്ന് വെച്ചാൽ. അപ്പോൾ 75% ആവാനുള്ള ടൈം ദാറ്റ്സ് ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? 2.303. നമ്മുടെ ഇക്വേഷൻ എന്താ? T is equal to 2.303 by K. K is equal to 2. log R0 divided by R. Okay. പ്രോബ്ലംസിന് ഈസിനെസ്സിന് വേണ്ടി ഞാൻ എഴുതുകയാണ് 2.303 by K log R0ക്ക് പകരം കൊടുക്കുകയാണ് A. R0 is equal to A. അപ്പോൾ R എന്ന് പറഞ്ഞാലോ ഈ എയിൽ നിന്നും എന്തോ ഒരു എമൗണ്ട് റിയാക്ട് ചെയ്ത് R0 10 മോളാർ ആണെങ്കിൽ അതിനൊരു 2 മോളാർ റിയാക്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വെച്ചാൽ A minus X ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതാം A divided by A minus X. പ്രോബ്ലത്തിൽ ഇതാണ് കുറച്ചുകൂടി ഈസി. R0 എന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ. R എന്ന് വെച്ചാൽ എന്താ? അതിൽ നിന്നും കുറച്ച് റിയാക്ട് ചെയ്ത് തീർന്നു പോയി. A divided by A minus X. അപ്പോൾ നമുക്കിവിടെ എഴുതാനുള്ള 2.303 by K. ഓക്കെ, log A divided by എത്രയാണ് റിയാക്ട് ചെയ്തത്? 75% റിയാക്ട് ചെയ്തു. ടൈം ഫോർ 75% ഓഫ് ദ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താ പറയുക? A minus 75 ഞാൻ എഴുതാണ് 3/4 A അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി 100A divided by 100A minus 75A എന്ന് എഴുതിയാലും മതി. പെർസെൻറ്റേജ് ആകുമ്പോൾ എല്ലാം പെർസെൻറ്റേജിൽ എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ 1 ആണ് എടുക്കുന്നതെങ്കിൽ A minus A. അപ്പോൾ എത്ര വരും? that will be is equal to, ഇക്വേഷൻ മനസ്സിലായല്ലോ? that will be is equal to എന്താ പറയുക? T75. അത് ഞാൻ വീണ്ടും എടുത്ത ഇതാണ്. T75 is equal to 2.303 by K. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെഫറൻസിന് വേണ്ടി എടുക്കാം. നമ്മുടെ ഇക്വേഷൻ 2.303 by K log A divided by എന്താ പറയുക? A minus 3/4 എന്ന് വെച്ചാൽ 4 minus 3 1/4 അല്ലേ? 1/4A. അപ്പോൾ എയും എയും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ദാറ്റ്സ് ഈക്വൽ ടു 2.303 by K log 4 എന്ന് കിട്ടും. log 4 will come to here. log 4 എന്ന് കിട്ടും. log 4ന് ലോഗിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യാൻ ഒരുപാട് എളുപ്പമാർഗ്ഗങ്ങളുണ്ട്. ഓക്കെ, ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു 2.303 by K log 2 raised to 2. log A raised to X എന്താ? X log A ആണ്. log A raised to X is log A raised to X is X log A ആണ്. X log A. ഓക്കെ, അപ്പോൾ എന്താ പറയുക? ദാറ്റ്സ് ഈക്വൽ ടു 2.303 by K 2 log 2 അല്ലെങ്കിൽ ഇതിന് log 2 plus 2 2 into 2 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ log A B is equal to log A plus log B അങ്ങനെ ചെയ്യും. 2 into log 2. that will be is equal to എന്താ പറയുക? 2.303 by K 2 into 0.3010.
ഈ 2.303യും ഈ 0.3010യും ഈ കെയും കൂടി ചേർന്നാൽ ദാറ്റ് വിൽ ബി ഇസ് ഈക്വൽ ടു 0.693 ബൈ കെ ഇൻറ്റു 2. ഒരു വാല്യൂ കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? കെൻ്റെ വാല്യൂ കിട്ടിയാൽ ഇത് കാൽക്കുലേഷൻ ഒക്കെയാണ്. പക്ഷെ ഇവിടെ റിലേഷൻ എന്താ? 75% റിയാക്ട് ചെയ്യാൻ നമുക്ക് എടുത്തത് ഇതെന്താ? ദിസ് ഇസ് ടി ഹാഫ്, ദാറ്റ് ഇസ് 2t half. T75 or T3/4 is equal to 2t half. ഓപ്ഷനിൽ വരും 2t half. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്താൻ വേണ്ടിയിട്ട് മനസ്സിലായി. T7 ഏതും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചില ഇമ്പോർട്ടൻറ്റ് റിലേഷൻ അതൊക്കെ ക്വസ്റ്റ്യനെ കണ്ടിട്ടുള്ള പരിചയത്തിൽ നിന്ന് എടുത്ത് എഴുതി തരുന്നതാണ്. അപ്പം അഥവാ ഇങ്ങനെ തന്നെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ചെയ്യാതെ തന്നെ എഴുതാൻ പറ്റും. ഓക്കെ, T75 or T3/4 is equal to double of that of first half life, 2t half. Hope you understand. Okay, and that is a relationship. So T75, T74. ഇതേപോലെ നിങ്ങൾക്ക് ഏത് കണ്ടുപിടിക്കാം, ഏത് വാല്യൂ ആണെങ്കിലും കണ്ടുപിടിക്കാം. നിങ്ങൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി T99 കാൽക്കുലേറ്റ് ചെയ്യാൻ വിചാരിച്ചു. അവിടെ ഒരു റിലേഷൻ ഉണ്ട്, ഇതേപോലെ രസകരമായിട്ടുള്ള ഒരു റിലേഷൻ. അതായത് പെട്ടെന്ന് ഇതിപ്പോൾ 2t half എന്ന് കിട്ടിയില്ല, അതേപോലത്തെ ഒരു സംഗതിയാണ്. ദാറ്റ് ഈസ് I think that is the third point. T99 is equal to എങ്ങനെ വരിക? 2.3 99% ആണ്. എത്ര പെർസെൻറ്റ് കണ്ടുപിടിക്കാം? 5%, 60%, 20%, 10%, 80%, ഏതും കണ്ടുപിടിക്കാം. 2.303 by k. ഇവിടെ 99% റിയാക്ട് ചെയ്യാം. ഓക്കെ, log a divided by എന്താ? ഇത് T99% ആണ്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ഏറ്റവും നല്ലത്. എങ്ങനെ? ഇവിടെ ഇതെന്താണ്? ഇത് റിയാക്ടൻ്റ് ഇപ്പോൾ എന്തുണ്ട്? 100% ഉണ്ട്. 100 ഇങ്ങനെ എഴുതിയാൽ മതി. എ ഈസ് 100. ഓക്കെ, ഇനീഷ്യൽ റിയാക്ഷൻ 100, അതുകൊണ്ടാണല്ലോ 99% റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞത്. പെർസെന്റ് എന്ന് വെച്ചാൽ പെർ 100 ആണ്. അപ്പോൾ ടോട്ടൽ 100. അപ്പോൾ R0 എത്രയാണ്? 100 ആണ്. അതുകൊണ്ടാണ് പെർസെന്റ്. ഓക്കെ, 100ലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 100 minus 99. This is A, this is X. Okay, 100. So that's equal to 2.303 by k log 100 by 1. That's equal to 2.303 by k log 10 raised to 2. Log 10 raised to x is x. Okay, that is equal to log 10 raised to 2. That is 2.303 by k into 2. Log 10 raised to x is x. Okay, 4.603 into 2. അതങ്ങനെ നിൽക്കട്ടെ, into 2. 2.303 by k into 2 എന്ന് കിട്ടും. ഇനി അവിടെ നെക്സ്റ്റ് റിലേഷൻ നോക്കാം. ദാറ്റ് ഈസ് T99.9 ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ T99 is equal to for first order reaction 2.303 by k into 2. T99.9 ആണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ്. This is first one, this is second one, in the third case T99.9. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? T99.9 is equal to 2.303 by k log 100 divided by 100 minus 99.9. 100 minus 99.9. 100 minus 99.9 എന്ന് വെച്ചാൽ എത്ര വരിക? ദാറ്റ്സ് ഈക്വൽ ടു 0.1 ആണ്. അപ്പോൾ 2.303 by k log 100 divided by 0.1. 0.1 എന്ന് വെച്ചാൽ 10 raised to minus 1. അത് അങ്ങോട്ടേക്ക് കയറിയാൽ 1000 ആയി. ദാറ്റ്സ് ഈക്വൽ ടു 2.303 by k log 10 raised to 3. That is equal to 2.303 by k into 3. Relations നോക്കുക. T99.9 is equal to 2.303 by k 2.303 by k into 3. Okay, 2.303 by k into 3. ഇത് into 2. T99 ആണ്. അപ്പോൾ ഒരു ഡെസിമൽ പോയിന്റ് 99 കാൽക്കുലേഷൻസ് ആട്ടോ. അല്ല 99 ആൻഡ് ഇറ്റ്സ് ഡെസിമൽ പോയിന്റ്സ്. ഓക്കെ, അതിൻ്റെ ഫ്രാക്ഷൻസ് ഉള്ള 99ൻ്റെ കൂടെ ഫ്രാക്ഷൻസ് ഉള്ളത് 99 into 2. അപ്പോൾ അവിടെ ഒറ്റ ഡെസിമൽ പോയിന്റ് ഇല്ല. ഒരു ഡെസിമൽ പോയിന്റ് 0.9 വന്നപ്പോൾ അവിടെ into 3. 0 ആയപ്പോൾ
ഇൻറ്റു 2. അതായത് ഒറ്റ ഡെസിമൽ 0.0. T99 എന്ന് വെച്ചാൽ T99.0 അല്ലേ? T99.0 ആണ്. അത് വെച്ചപ്പോൾ 2. ഒരു ഡെസിമൽ പോയിന്റ് 0.9 വന്നപ്പോൾ ഇൻറ്റു 3. ഇനി അടുത്ത് നോക്കുക. ദാറ്റ് ഈസ് ദ തേർഡ് വൺ. ദാറ്റ് ഈസ് T99.99 is equal to 2.303 by K log 100 divided by 100 minus 99.99. അപ്പോൾ 0.01. 0.01 മേലെ കയറിയാൽ 10 raised to 4. 10 log 10 raised to 4 4. 2.303 by K into 4. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 2 ഡെസിമൽ പോയിന്റ് വന്നപ്പോൾ 2.99 വന്നപ്പോൾ ഇവിടെ ഇൻറ്റു 4, ഇവിടെ 1 വന്നപ്പോൾ ഇൻറ്റു 3, ഇവിടെ 0 വന്നപ്പോൾ ഇൻറ്റു 2. അപ്പോൾ ആ ഡെസിമൽ പോയിന്റ് എത്ര ഉണ്ടോ, എത്ര 9 ഉണ്ടോ ഡെസിമൽ പോയിന്റിന് ശേഷം അതിന് 2 ഉണ്ട്. അതിനോട് 2 ആഡ് ചെയ്താൽ മതി. ഇവിടെ 0 ആണെങ്കിൽ ഇൻറ്റു 2, ഇവിടെ 1 ഒരു ഡെസിമൽ പോയിന്റ് 9 ആണെങ്കിൽ ഇൻറ്റു 3, 2 ഉണ്ടെങ്കിലോ ഇൻറ്റു 4. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മട്ട് ഓക്കെ T99.999 that will be is equal to 2.303 by K into 5. T99.999 is equal to 2.303 by K into 6. ഇവിടെ 4 അല്ലേ ഉള്ളത്, അപ്പോൾ ഇൻറ്റു 6. ഇവിടെ 3 അല്ലേ ഉള്ളത്, അപ്പോൾ ഇൻറ്റു 5. ഇവിടെ 1 അല്ലേ ഉള്ളത്, അപ്പോൾ ഇൻറ്റു 3. ഇവിടെ 2 അല്ലേ ഉള്ളത്, അപ്പോൾ ഇൻറ്റു 4. ഇവിടെ 0 അല്ലേ ഉള്ളത്, അപ്പോൾ ഇൻറ്റു 2. മനസ്സിലായോ? എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ടോ, എക്സ് നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതിനോട് 2 ആഡ് ചെയ്തിട്ട് അതിനെ 2.303 by K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ടൈം ഫോർ ദാറ്റ് പ്രോസസ്. ഓക്കെ, അതിനുള്ള ടൈം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ കുറച്ച് കാൽക്കുലേഷൻസ് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രോബ്ലത്തിലൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി ഏത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, നമുക്ക് തിയറി അനുസരിച്ച് ഏതും കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ സീറോ ഓർഡറിൻ്റെ ഒരു കേസും കൂടെ ഞാനിവിടെ പറയട്ടെ. ദാറ്റ് ഈസ് ദ ഫോർത്ത് വൺ, സീറോ ഓർഡർ. സീറോ ഓർഡറിൻ്റെ കാര്യത്തിൽ ടി ഹാഫ് എന്തായിരുന്നു? ടി ഹാഫ് ഇസ് ഇക്വൽ ടു, അത് ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും, R0 ഡിവൈഡഡ് ബൈ 2K ആണ്. ഇതിൻ്റെ T75 കണ്ടുപിടിക്കുക. T75, അപ്പോൾ T75 കണ്ടുപിടിക്കാൻ when T is equal to T75 എന്ന് വെച്ചാൽ എന്താ? T3/4 അല്ലേ? T3/4. ഓക്കെ, R is equal to എന്തായിരിക്കും? R is equal to R0 ഡിവൈഡഡ് ബൈ 4, 1/4 ഭാഗമായിട്ടുണ്ടാവും. 75% റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 50% റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 50% ഉണ്ടാവും. 75% റിയാക്ട് ചെയ്താൽ അവിടെ 25% ഉണ്ടാവുള്ളൂ. 75% റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 25% ഓഫ് R0 ആയിരിക്കും R എന്ന് പറയുന്നത്. R0 25 അതല്ല 1/4, 25% 1/4. ഓക്കെ, R is equal to R0 divided by 4 ആണ്. Therefore K is equal to, K എന്തായിരുന്നു? K is equal to R0 minus R by T ആണ്. ഓക്കെ, that's equal to R0 minus, മറ്റേത് 1/2 R0 ആയിരുന്നു, ഇത് 1/4 R0 T half അല്ല, T3/4 അല്ലെങ്കിൽ T75 എന്ന് എഴുതിയാൽ മതി. And that is K is equal to എന്ത് വരും? R0 മൈനസ്, അപ്പോൾ എന്താ വരും? എങ്ങനെ വരിക? 1 മൈനസ് 1/4 അതല്ലേ ഈ ഭാഗം? 1 മൈനസ് 1, അപ്പോൾ അത് 3/4 R0 ഡിവൈഡ് ബൈ T3/4. ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് കളയരുതേ, അത് സിമ്പിളാണ്. ദാറ്റ്സ് ഈക്വൽ ടു T3/4, സോറി T ഹാഫ് എന്ന് എഴുതിപ്പോയി, T3/4 ഇതിനങ്ങോട്ട് കൊണ്ട് ഇസ് ഈക്വൽ ടു 3R0 ഡിവൈഡഡ് ബൈ 4K. 3R0 divided by 4K. Okay, this is the time for 75% completion. ഇങ്ങനെ ഏത് റിലേഷനും നിങ്ങൾക്ക് ഉണ്ടാക്കാം, ഏത് റിലേഷനും. T75 ഒക്കെ എപ്പോഴും യൂഷ്വലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ അവിടെ 4 പോയിന്റുകളായി. ഇതൊന്നും NCERT-യിലുള്ള കാര്യങ്ങളല്ല കേട്ടോ, ഒക്കെ നമ്മൾ എൻട്രൻസ് പോയിന്റ് ആയിട്ട് പറയുന്നതാണ് ഫോർ ഈസി കാൽക്കുലേഷൻ. ഇനി അഞ്ചാമത്തെ പോയിന്റ്, എന്നത് 1 2 3, അഞ്ചാമത്തെ പോയിന്റ് അല്ലേ? അഞ്ചാമത്തെ പോയിന്റ് ആണ്. That is number of half lives is equal to, അതൊരു ഇക്വേഷൻ. Number of
ഹാഫ് ലൈഫ്സ്. നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തരികയാണെങ്കിൽ R0 ഡിവൈഡ് ബൈ എന്താണ് 2n എന്ന് പറയുന്നത്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തരികയാണെങ്കിൽ ഇത്ര കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ എന്താണ് നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് ഇസ് ഈക്വൽ ടു എന്താ നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് അല്ല, ആഫ്റ്റർ n ഹാഫ് ലൈഫ്സ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലെഫ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലെഫ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. എങ്ങനെയായിരുന്നു? R is equal to R0 by 2n ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. ഇത് എത്ര റിയാക്റ്റന്റ് ഉണ്ടെന്ന് ആലോചിച്ച് നമ്മളോട് ചോദിച്ചാൽ എത്ര ഹാഫ് ലൈഫ്, n എത്രയാണ്, അതാണ് ചോദ്യം. n എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് ദാറ്റ് ഈസ് n. ഇഫ് n is the number of half lives, n is equal to t divided by t half. The number of half lives is equal to the total time for the reaction divided by time for the reaction to get reduced to 1/2. That is n is equal to t by t half. For example, when suppose for a reaction t is equal to 4 into 10 raised to 5 years ആണെന്ന് വിചാരിക്കാം. For a reaction to complete, the time is 4 into 10 raised to 5 years. Then what is 10 raised to 5? 1 lakh ആണ് 10 raised to 5 എന്ന് വെച്ചാൽ 10 raised to 3,000, 10 raised to 4, 10,000. ഇത് 4 ലക്ഷം വർഷം. T is equal to t half. എന്നിട്ട് t half തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ. t half is equal to എത്രയാ? 2 into 10 raised to 5. നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിൽ എത്ര ഹാഫ് ലൈഫ് ഉണ്ട്. ഇതിന്റെ പകുതി ആവാൻ എത്രയാണോ ഞാനത് മനസ്സിലാവും. നമ്പർ ഓഫ് ഹാഫ് ലൈഫ് ഇസ് ഈക്വൽ ടു t by t half. That is 4 into 10 raised to 5 divided by 2 into 10 raised to 5. ഓക്കെ, അപ്പോൾ എത്ര ഉണ്ട്? That is equal to എത്ര ഉണ്ട്? 2 ഹാഫ് ലൈഫ്. ഇതിൽ 2 ഹാഫ് ലൈഫ് ആണ്, 2 ഹാഫ് ലൈഫ്. ഓക്കെ, അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് k is equal to എന്താ, ഇത് എത്രാമത്തെ പോയിന്റ്? 6th പോയിന്റ്. k is equal to 2.303 by t log R0 divided by R ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇത് t half ആണ്. ഈ t when t is equal to t half, this will be is equal to എങ്ങനെ വരും? 2.303 by t half log 2. ശരിയല്ലേ? ഈ R0 by 2 log 2. അപ്പോൾ നമ്മൾ ഇത് എന്ന് പറയുന്നത് ഇതിന് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് ഇതാണ് എന്താ 2.30 ഒരു റിലേഷൻ ഡെറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2.303 t half log 2 is equal to 2.303 by t log R0 by R അല്ലേ? ആണ്, log R0 by R ആണ്. ഇവിടുത്തെ R എന്താണ്? R0 by 2 ആണ്. ഇവിടുത്തെ t എന്താണ്? t half ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2.303 2.303 കട്ട് ചെയ്യാൻ പറ്റും. ഈ ടീനെ അങ്ങോട്ട് കൊണ്ടുവരിക. ദാറ്റ് ഈസ് t by t half. t divided by t half is equal to t divided by t half is equal to അല്ല, t divided by t half into log 2 is equal to log R0 divided by R. log R0 divided by R. Okay, that is equal to എന്താ, നമുക്ക് ഇവിടെ റിലേഷൻ ഉണ്ടല്ലോ, log a raised to x is equal to x log a ആണ്. അപ്പോൾ x log a is equal to log a raised to x ആണ്. അപ്പോൾ ഇതെന്താ, ഈ വാല്യൂവിനെ 2ന്റെ മേലേക്ക് കയറ്റാൻ പറ്റും. log 2 of t by t half is equal to log R0 divided by R. log R0 divided by R എന്ന് കിട്ടി. ഓക്കെ, that's equal to log R by R0. ഇത് ഞാൻ ആദ്യം എഴുതിയേ ഉള്ളൂ, ഇതിനെ തിരിച്ചു. അപ്പോൾ എന്താ വരിക? log 1 by 2 t by t half. ഓക്കെ, log രണ്ട് സ്ഥലത്തും ഞാൻ രണ്ടിൻ്റെ ആൻറ്റി ലോഗ് എടുത്തു. ദാറ്റ് ഈസ് R divided by R0 is equal to 1 by 2 t by t half. നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. t by t half is number of half lives അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്ത് വെച്ചത്. t by t half is 1. അപ്പോൾ R by R0 is equal to 1 by 2 raised to n. ചിലടത്ത് അത് 1 by 2 raised to y എന്ന് കൊടുക്കാറുണ്ട്. n ഓർഡർ ഒക്കെ ഉള്ളതുകൊണ്ട് n is number of half lives. Okay, therefore R is equal to R0 into 1 by 2 raised to n is a very useful equation for problems. Problems ചെയ്യാനുള്ള യൂസ്ഫുൾ ഇക്വേഷൻ. ഓക്കെ, ഇനീഷ്യൽ കോൺസെൻട്രേഷനും
എത്ര ഹാഫ് ലൈഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. ഇനി റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷനും ഇനീഷ്യൽ കോൺസെൻട്രേഷനും അറിയാമെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് കണ്ടുപിടിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ R is equal to R0. എന്താ റിലേഷൻ കിട്ടിയത്? R is equal to R0 into 1/2 raised to n or 1/2 raised to y, where n is equal to t by t half. It is the number of half-lives. Number of half-lives. Okay? And let's do a problem related to that. ഒരു ക്വസ്റ്റ്യൻ, അത് ശരിക്കും ആ ഏരിയ എന്ന് വരുന്നത് നമുക്ക് ന്യൂക്ലിയർ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ ന്യൂക്ലിയർ റിയാക്ഷൻസ് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ഈ ഇക്വേഷൻ എടുത്തിട്ട് അവിടെ പ്രോബ്ലം ചെയ്യാം. കാരണം എന്താ, ഇവിടെ ന്യൂക്ലിയസിന്റെ കാര്യത്തിൽ ദ ന്യൂക്ലിയസ് ഇസ് ഈക്വൽ ടു n0 into 1/2 raised to n എന്ന് പറയുന്ന ഇക്വേഷൻ അതിന് ഡിറൈവ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ന്യൂക്ലിയസിൽ എത്ര ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് വെച്ചാൽ ന്യൂക്ലിയസിൽ നിന്നും പ്രോട്ടോൺസും പാർട്ടിക്കിൾസും മിസ്സായിട്ട് ആ ന്യൂക്ലിയസിന് ഉണ്ടാകുന്ന മാറ്റമാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളിത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം ഈ ഇക്വേഷൻ അവിടെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ആൻഡ് ദ 6th or 7th, I don't remember the number. I hope the 7th number, maybe 6th. എത്രയാലും നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വന്നിട്ടുണ്ടാവും. അവിടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ആവറേജ് ലൈഫ്. ആവറേജ് ലൈഫ്, ഹാഫ് ലൈഫ് പോലെ ആവറേജ് ലൈഫ് ടി. ഓക്കെ. ഇതും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ന്യൂക്ലിയർ കെമിസ്ട്രിയിലാണ്. ദാറ്റ്സ് ഈക്വൽ ടു 1/k. Average life is the reciprocal of rate constant. നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻ, റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻ ഒക്കെ ഫസ്റ്റ് ഓർഡറിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ T is equal to 1/k is equal to മറ്റത് k divided by 0.693. k divided by 0.693. കാരണം എന്താ, T is equal to, സോറി k അല്ലല്ലോ, ഇവിടെ k അല്ല എഴുതിയത്. അതുകൊണ്ട് T half divided by 0.693. കാരണം എന്താ, k is equal to 0.693 by T half ആണ്. ഓക്കെ. സോ T is equal to 1/k is equal to T is equal to 1/k is equal to T half divided by 0.693. അപ്പോൾ എങ്ങനെ എഴുതാം, T is equal to 1/0.693 into T half ആണ് അല്ലേ. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ വന്നത്, ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കും. നമുക്കിവിടെ പോയിന്റ് ആയിട്ട് പറയുന്ന എല്ലാം ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് ഈസ് 1/0.693 is 1.443 T half. ഇങ്ങനെ റിലേഷൻ. The average life of a nuclear reaction, the average nuclear എന്ന് വെച്ചാൽ പിന്നെ ഫസ്റ്റ് ഓർഡർ ആണ്, is equal to 1.443 into T half. That is 1 by reciprocal of rate constant for a first order reaction ആണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. That is average life. മനസ്സിലായല്ലോ? ആവറേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ അതാണ്. ക്ലിയർ? ഇനി നമുക്കവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പോയിന്റുകളും നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെ ഫസ്റ്റ് ഓർഡർ ഗ്യാസ് ഫേസ് റിയാക്ഷൻ നമ്മളിവിടെ എടുത്തിരിക്കുന്നതെല്ലാം എന്താണ്, കോൺസെൻട്രേഷൻ. For a gas phase reaction, it is better to express in terms of partial pressures. Partial pressure terms express ചെയ്യുന്നതാണ് നല്ലത്. So consider a general first order ആണ് കേട്ടോ, ഫസ്റ്റ് ഓർഡർ മാത്രം, ജനറൽ ഗ്യാസ് ഫേസ് റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ മാത്രമേ നമുക്ക് പഠിക്കാവുള്ളൂ ഗ്യാസ് ഫേസിൽ. ജനറൽ ഗ്യാസ് ഫേസ് റിയാക്ഷൻ, A gas gives B gas plus C gas. Excuse me. Okay, let's continue. അപ്പോൾ A gas gives B gas plus C gas. A എന്ന് പറയുന്ന റിയാക്ടന്റ് എന്തായിട്ടുണ്ട്, ബിയും സിയും ആയിട്ടുണ്ട്. അറ്റ് ടൈം T is equal to 0. ടൈം T 0 ആകുമ്പോൾ ഇതിൻ്റെ പാർഷ്യൽ പ്രഷർ PI, ഇനീഷ്യൽ പ്രഷർ. ഓക്കെ, ഇത് 0, ഇത് 0. കാരണം എന്താ, ഈ ബിയും സിയും ഉണ്ടായിട്ടില്ല. ടൈം T 0 എന്ന് വെച്ചാൽ റിയാക്ഷൻ തുടങ്ങിയിട്ടില്ല. അറ്റ് ടൈം T ഈ PIയിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ് എന്ന് പറയുന്ന എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്.
കാരണം ഇവിടെ 1 മോളാണ് എക്സ്. അപ്പോൾ ഇവിടെയും 1 മോളാണ്, അപ്പോൾ എക്സ് ഉണ്ടായിട്ടുണ്ടാവും. ഇവിടെ 1 മോളാണ്, അപ്പോൾ ഇവിടെ എക്സ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു പി ഐ മൈനസ് എക്സ്. അറ്റ് ടി കോൺസെൻട്രേഷൻ ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് എ പി ഐയിൽ നിന്ന് എക്സ് എമൗണ്ട് കുറഞ്ഞു, ബിയിലേക്ക് എക്സ് എമൗണ്ട് ഉണ്ടായി, സിക്കും എക്സ് എമൗണ്ട് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇതിനെ ഞാൻ ഒന്നുകൂടി വ്യക്തമാകാൻ വേണ്ടിയിട്ട് ഇതാണ് ടൈം ടി പ്രഷർ ഓഫ് എ ഈസ് ഈക്വൽ ടു പി ഐ മൈനസ് എക്സ്, പ്രഷർ ഓഫ് ബി ഈസ് ഈക്വൽ ടു എക്സ്, പ്രഷർ ഓഫ് സി ഈസ് ഈക്വൽ ടു വൈ അറ്റ് എന്താ അറ്റ് ടൈം ടി. റിയാക്ഷൻ തുടങ്ങി ഒരു പെർട്ടിക്കുലർ ടൈം എത്തിയപ്പോൾ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത് പി ഐ മൈനസ് എക്സ് ആണ്, പ്രഷർ ഓഫ് ബി എന്ന് പറയുന്നത് എക്സ് ആണ്, പ്രഷർ ഓഫ് സി എന്ന് പറയുന്നതും എക്സ് ആണ് എന്ന് മനസ്സിലായി. നമുക്കൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റേറ്റ് ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് ആ റേറ്റ് ഇക്വേഷൻ? റേറ്റ് ഇക്വേഷൻ ഈസ് കെ ഈസ് ഈക്വൽ ടു എന്താ 2.303 ബൈ ടി ലോഗ് R0 ഡിവൈഡഡ് ബൈ R ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, R എന്ന് വെച്ചാൽ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് അറ്റ് ടൈം ടി. അതായത് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ എ ഗീവ്സ് ബി പ്ലസ് സി എന്ന് പറയുന്ന റിയാക്ഷൻ ഗ്യാസ് ഫേസ് അല്ല എങ്കിൽ നമ്മൾ ടൈം ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഇവിടെ എടുക്കുക എന്താണ്? R0 ആണ്. ഇവിടെ 0, ഇവിടെ 0. ഓക്കെ, പിന്നെ ഇവിടെ എന്താ എടുക്കുക? ദാറ്റ് ഈസ് R0 മൈനസ് എക്സ് അറ്റ് ടൈം ടി. R0 മൈനസ് എക്സ്. അപ്പോൾ ഇവിടെ എന്താ? എക്സ്, ഇവിടെ എക്സ്. പക്ഷെ ഇത് എക്സ് മോൾ പെർ ലിറ്ററിലായിരിക്കും, കോൺസെൻട്രേഷനിലായിരിക്കും. ഇവിടെ XATM ആയിരിക്കും. ദിസ് ഇസ് XATM അല്ല എക്സ് ബാർ ആയിരിക്കും. അപ്പോൾ R0ക്ക് പകരം അവിടെ എന്തുണ്ട്? പി ഐ ഉണ്ട്. ആറിന് പകരം ഇതെന്താ? ദിസ് ഇസ് R is equal to R0 മൈനസ് എക്സ് ആണ്. സോറി, R is equal to R0 മൈനസ് എക്സ് എന്ന് വെച്ചാൽ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എക്സ് എമൗണ്ട് കുറഞ്ഞു. റിയാക്റ്റന്റിന്റെ പ്രഷർ എന്ന് പറയുന്നത് ഇനീഷ്യൽ പ്രഷറിൽ നിന്നും എക്സ് എമൗണ്ട് കുറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഇതാണ് കെ ഇസ് ഈക്വൽ ടു 2.303 ബൈ ടി ലോഗ് R0ക്ക് പകരം പി ഐ. ആറിന് പകരം എന്തായിരിക്കും? ഞാൻ ഇതൊന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാം. ആറിന് പകരം എന്തായിരിക്കും? ആർ എന്ന് വെച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റിയാക്റ്റന്റിന്റെ അളവാണ് അല്ലെ? കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റിയാക്റ്റന്റിന്റെ അളവാണ് ആർ എന്ന് പറയുന്നത്, ശരിയല്ലേ? ഇവിടെ അതായത് അറ്റ് ടൈം ടി ഇതാണ് ആറ്. ആ ആർ എന്ന് പറയുന്നത് R0യിൽ നിന്നും എക്സ് കുറഞ്ഞതാണ്. ഓക്കെ, ഇവിടെ ആറിന് പകരം നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് എഴുതാം. കാരണം എ ആയതുകൊണ്ട്, റിയാക്റ്റന്റ് എ ആയതുകൊണ്ട് ദാറ്റ്സ് ഈക്വൽ ടു A0 മൈനസ് എക്സ് എന്ന് എഴുതാം. അതേപോലെ ഇവിടെ ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 2.303 ബൈ ടി. സോറി, ഇവിടെ എഴുതിയിട്ടില്ലല്ലേ? പി ഐ ഡിവൈഡഡ് ബൈ എന്താ വരിക? അവിടെ റിയാക്റ്റന്റ് ഏതാ ടൈം ടിയിൽ? റിയാക്റ്റന്റ് എന്ന് പറയുന്നത് എ ആണ്. അപ്പൊ അവിടെ ഏതാ എടുക്കേണ്ടത്? പ്രഷർ ഓഫ് എ അല്ലെ? ആർ എന്ന് പറഞ്ഞാൽ ടൈം ടിയിലുള്ള കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ ടൈം ടിയിലുള്ള പ്രഷർ എന്താ? പി എ ആണ്, പ്രഷർ ഓഫ് എ. ദാറ്റ്സ് ഈക്വൽ ടു 2.303 ബൈ ടി ലോഗ് പി ഐ ഡിവൈഡഡ് ബൈ പി ഐ മൈനസ് എക്സ്. കാരണം പി എ എന്താ? പി ഐ മൈനസ് എക്സ് ആണ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. എക്സ് എന്ന് പറഞ്ഞ ഒരു അൺനോൺ ക്വാണ്ടിറ്റി ആണ്, അത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കിട്ടി. ഇത്രയും മനസ്സിലായല്ലോ? ഇതാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക എങ്ങനെയാണ് ഇവിടെ പി എ വന്നത്. കാരണം ദിസ് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് അറ്റ് ടൈം ടി. ദിസ് ഈസ് ദ പ്രഷർ ഓഫ് റിയാക്റ്റന്റ് എ അറ്റ് ടൈം ടി. അതാണ് പി എ. ആ പി എ എന്ന് പറയുന്നത് പി ഐ മൈനസ് എക്സുമാണ്. ഓക്കെ, ലെറ്റ് മീ പുട്ട് ദിസ് ഹിയർ. ഇനി ഇവിടെ നമ്മുടെ റിയാക്ഷൻ ഞാൻ ഇവിടെ വീണ്ടും റിമൈൻഡ് ചെയ്യണം. എ ഗ്യാസ് ഗീവ്സ് ബി ഗ്യാസ് പ്ലസ് സി ഗ്യാസ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അവിടെ ടൈം 0 ആയപ്പം ഇവിടെ പി ഐ, ഇവിടെ 0, ഇവിടെ 0. ഇത് പി ഐ മൈനസ് എക്സ്. പി എ എന്ന് പറഞ്ഞാൽ പി ഐ മൈനസ് എക്സ്. ഇത് എക്സ്, ഇത് എക്സ്. ഓക്കെ, അക്കോർഡിംഗ് ടു ഇത്രയും എഴുതി വെച്ചതിന് ശേഷമാണ് കേട്ടോ അത് ഞാനത് അവിടെ റെഡ്യൂസ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഇതിവിടെ എഴുതിയതാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ. അക്കോർഡിംഗ് ടു ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. എന്താ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്? ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് എന്ന് വെച്ചാൽ എന്താ? The total pressure is the sum of their individual partial pressures at constant temperature and volume. ടെമ്പറേച്ചറും വോളിയം കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ ഒരു ഗ്യാസിന്റെ മിക്സ്ചറിന്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അതിൽ ഓരോ ഗ്യാസിന്റെയും പ്രഷറിന്റെ സമ്മാണ്. The total pressure of a mixture of non-reactive gas is the sum of their individual partial pressures
at constant temperature and constant volume. Okay, അങ്ങനെയാണെങ്കിൽ P total is equal to, ഇവിടെ ഏതൊക്കെ ഗ്യാസ് ഉണ്ട്? ഇവിടെ ടൈം ടീല് എ മുഴുവൻ കഴിഞ്ഞു പോയിട്ടില്ല, എ കംപ്ലീറ്റ് കഴിഞ്ഞു പോയിട്ടില്ല, ബി അവിടെ ഉണ്ട്, സി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ, പ്രഷർ ഓഫ് എ മുഴുവൻ തീർന്നെങ്കിൽ 0 ആണത്. കാരണം എ ഗ്യാസ് പ്രസന്റ് ആണ്, ബി ഗ്യാസ് പ്രസന്റ് ആണ്, സി ഗ്യാസ്. പ്രഷർ ഓഫ് എ പ്ലസ് പ്രഷർ ഓഫ് ബി പ്ലസ് പ്രഷർ ഓഫ് സി അറ്റ് കോൺസ്റ്റന്റ് എന്താ ടെമ്പറേച്ചർ ആൻഡ് വോളിയം ആണ് ഡാൾട്ടൺസ് ലോ. അക്കോർഡിംഗ് ടു ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്, P total is equal to PA plus PB plus PC. That is equal to P total is equal to pressure of A എന്താ PI minus X, pressure of B X plus X, pressure of C X minus X cut ചെയ്തു പോയി, P total is equal to PI plus X. Okay, P total is equal to PI plus X. Therefore X is equal to P total minus PI. Okay, ടെക്സ്റ്റ് ബുക്കിൽ ടി സ്മോൾ ലെറ്റർ ടി ആ കൊടുത്തു. ഓക്കെ, നിങ്ങളുടെ NCERT കൊടുത്തത് P total സ്മോൾ ലെറ്റർ ടി ആണ്. ലെറ്റ് പുട്ട് സ്മോൾ ലെറ്റർ ടി. P total is equal to PI, so X is equal to PT minus PI എന്നുള്ളൊരു റിലേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും നോട്ട് ചെയ്യാൻ കഴിഞ്ഞു. എന്തായിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷൻ ഇതാണ്. ദാറ്റ് ഈസ് K is equal to എന്താ, K is equal to 2.303 by T log PI divided by PI minus X ആണ്. ഇതായിരുന്നു എന്ത്, ഇക്വേഷൻ നമ്പർ 1. എന്നിട്ട് നമുക്ക് X എന്ത് കിട്ടി, X is equal to PT minus PI എന്നും കിട്ടി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1 gives K is equal to 2.303 by T log PI divided by PI minus PT minus PI. ശരിയല്ലേ? എക്സിന് പകരം PT minus PI. ഓക്കെ, എക്സിന് പകരം PT minus PI. അങ്ങനെയാണെങ്കിൽ we'll get an equation that will be is equal to K is equal to 2.303 by T log PI divided by ഇത് minus PI, ഇവിടെ പുറത്ത് വന്നാൽ 2PI, ഇത് plus PI ആവും, PI minus PT. This is the final equation. This is the first order gas phase reaction integrator rate equation. Integrator rate equation, the rate constant for a first order gas phase reaction. K is equal to 2.303 by T log PI divided by 2PI minus PT, where PT is the total pressure of all the reactants, of all the gaseous reactants and products at a particular time T, and PI is the initial pressure, that is the pressure of the reactant at time T is equal to 0. ഇത്രയുമാണ് ഫസ്റ്റ് ഓർഡർ ഗ്യാസ് ഫേസ് റിയാക്ഷൻ. ഓക്കെ, ഇത് ബോർഡ് എക്സാമിന് രണ്ടിനുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ അടുത്ത സെഷനിൽ, ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത സെഷനിൽ വിൽ കണ്ടിന്യൂ വിത്ത് ദിസ്. ഓക്കെ, അവിടെ നമുക്ക് പറയാനുള്ളത് ഒന്ന് ന്യൂക്ലിയർ റിയാക്ഷൻസ് ആണ്. ബിക്കോസ് ഓൾ ന്യൂക്ലിയർ റിയാക്ഷൻസ് ആർ ഫസ്റ്റ് ഓർഡർ. ഓക്കെ, പിന്നെ അവിടെ നമുക്കവിടെ സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ് പറയാം, റേഡിയോ ആക്ടിവിറ്റി പറയാനുണ്ട്, സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ് പറയാനുണ്ട്, അതേപോലെ ഫസ്റ്റ് ഓർഡർ ഗ്രോത്ത് റിയാക്ഷൻസ് എന്ന് പറയുന്ന റിയാക്ഷൻസ്. അതിൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ന്യൂക്ലിയർ റിയാക്ഷൻസ്, ഫസ്റ്റ് ഓർഡർ ഗ്രോത്ത് റിയാക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ വൈറസ് ഗ്രോത്ത്. ഒക്കെ ദിസ് ഈസ് എ ടൈം ഓഫ് കോവിഡ് അല്ലേ, കൊറോണയുടെ സമയമാണ്. ആ കൊറോണ മൾട്ടിപ്ലിക്കേഷൻ, ബാക്ടീരിയൽ മൾട്ടിപ്ലിക്കേഷൻ, വൈറസ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതിന്റെ റേറ്റ്, ദാറ്റ് ഈസ് നോർമലി ഫസ്റ്റ് ഓർഡർ. അപ്പോൾ അതാണ് ഫസ്റ്റ് ഓർഡർ ഗ്രോത്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് ഇതുമായിട്ട് റിയാക്ഷന്റെ റേറ്റുമായിട്ട് എന്താണ് ബന്ധം, ഓക്കെ, എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതേപോലെ ന്യൂക്ലിയർ റിയാക്ഷൻസ്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ന്യൂക്ലിയർ ഫിഷൻ, ആറ്റം ബോംബ് എക്സെട്ര. അവിടെ ഒരു ന്യൂക്ലിയസ് ഫിഷൻ നടക്കുന്ന സമയത്ത് എന്താണ് അതിന്റെ റേറ്റ്, എങ്ങനെയാണ് ഇത് ഇതിലേക്ക് നമ്മളുടെ കാര്യം നമ്മൾ പഠിച്ചതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. റേഡിയോ ആക്ടിവിറ്റി, ദാറ്റ് ഈസ് ന്യൂക്ലിയർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ ഗ്രോത്ത് റിയാക്ഷൻ, ദാറ്റ് ഈസ് ഫോർ ബാക്ടീരിയ ആൻഡ് വൈറസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, മൈക്രോ ഓർഗാനിസം മൾട്ടിപ്ലിക്കേഷന്റെ കാര്യമാണ്. പിന്നെ ആ രണ്ട് കേസും ദാറ്റ് ഈസ് ഓൺലി ഫോർ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, NCERT പറഞ്ഞിട്ടില്ല, പക്ഷെ NCERT പറഞ്ഞൊരു കാര്യമുണ്ട്, ദാറ്റ് ഈസ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, that will discuss in the next session. Study well. Thank you.